ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ നല്ല പോയിരിക്കേണ്ട, എനിക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയപ്പോൾ സൗണ്ട് ക്ലിയർ അല്ല. ഇതൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. രാവിലെ നേരത്തെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി കേട്ടോ. അജുക്ക എല്ലാ ഞായറാഴ്ച രാവിലെ ഇപ്പം ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. അപ്പോൾ പുള്ളി ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് എന്നുള്ളൊരു വിശ്വാസം. എന്തായാലും ഒരു 8-9 മണിക്ക് ശേഷമാണ് എണീക്കലുള്ളൂ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ. ദെൻ ഞാൻ എണീറ്റിട്ട് പുതപ്പൊക്കെ മടക്കി വയ്ക്കും കേട്ടോ. അജുക്ക് ഒരു 11 മണിയാകുമ്പോഴത്തേനെ തിരിച്ചെത്തുള്ളൂ. അപ്പോഴത്തേനൊന്ന് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി പിന്നെ പതുപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഈ ഹാളിൽ തന്നെയാണ് ബെഡ് ഇട്ടിട്ട് കിടക്കുവാണ്. കാരണം നമ്മുടെ റൂമിൽ ഫാൻ കംപ്ലൈൻ്റ് ആണ്. പിന്നെ മാത്രമല്ല, ആ റൂമിൽ കിടന്നാണ്ടല്ലോ രാവിലെ എണീക്കാൻ തോന്നില്ല. നല്ല സുഖമായിട്ട് കിടക്കും. നല്ല ഫാനിൻ്റെ കാറ്റും ഒക്കെ കൊണ്ട് നല്ല ഇരുട്ട് ഉള്ള റൂമായതുകൊണ്ട് ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങും. സോ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി എണീക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞങ്ങൾ കുറച്ച് മാസങ്ങളായി ഇപ്പോൾ ഹാളിൽ തന്നെ കിടക്കുന്നു. അപ്പം എവിടെയായാലും നമുക്ക് കട്ടിലില്ലാത്തത് കൊണ്ട് നമ്മൾ ബെഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ അങ്ങനെ എന്താണ് പുതപ്പൊക്കെ മടക്കി വെച്ചു. ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി. ബെഡൊക്കെ ക്ലീനാക്കി കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു അടക്കി പറിക്കാണ്ടിരിക്കണം, ഒരു പോസിറ്റീവ് മൈൻഡാണ്. സോ ഞാൻ അത് തന്നെ എപ്പോഴും ചെയ്യലുണ്ട്. പിന്നെ ഇതൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്കധികം പണിയില്ല കേട്ടോ. കാരണം എനിക്ക് ശനിയും ഞായറുമാണ് വീക്കെൻഡ്സ് രണ്ടും അവധിയാണ്. സോ ഞാൻ ശനിയാഴ്ച തന്നെ ഓൾമോസ്റ്റ് എല്ലാ പണികളും ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു വയ്ക്കും. പിന്നെ ഞായറാഴ്ച സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ദിവസമാണ്. അലക്കം വേണ്ട, ഒന്നും വേണ്ട, ക്ലീനിങ് ഇല്ല, അങ്ങനെ. അപ്പോൾ നമ്മുടെ ബെഡൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡും കാര്യങ്ങളും. ഹലോ, അപ്പോൾ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു പൗച്ചിലാണ് വെക്കണത്. കാരണം ഇത് ഓഫീസിലും കൊണ്ടുപോകണമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്കിൻ കെയർ ചെയ്യാം. ഇതാണ് എൻ്റെ പൗച്ചിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാം. എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. ഞാൻ ഡെയിലി ഓഫീസിൽ ചെന്നിട്ടാണ് കേട്ടോ സ്കിൻ കെയർ ചെയ്യുന്നത്. കാരണം ഞാൻ രാവിലെ ഓഫീസിലേക്ക് ബൈക്കിൽ പോകുമ്പോഴേ നമ്മൾ ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്താൽ പോണ വഴിക്കുള്ള മൊത്തം പൊടി നമ്മുടെ ഫേസിലായിരിക്കും. സോ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് ഓഫീസിൽ ചെന്നിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എല്ലാ സംഭവങ്ങളും ഈ ഒരു പൗച്ചിലാണ് കേട്ടോ വയ്ക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല, ഇവിടെ വീട്ടിലാണെങ്കിലും ഞാൻ അതിൽ നിന്ന് അധികം മാറ്റാറില്ല. മാറ്റുണ്ടെങ്കിൽ അതിൽ തന്നെ കയറ്റി വയ്ക്കും. കാരണം ആഴ്ചയിൽ 5 ദിവസം നമ്മൾ ഓഫീസിൽ പോയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ടോണറാണ് ഇട്ടത്. ടോണറിൽ ഞാൻ മെയിനായിട്ട് റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ബോട്ടിലിൽ റോസ് വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോസാറക്സിൻ്റെ എസൻസാണ് യൂസ് ചെയ്തത്. അത് ഞാൻ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് മീൻസ് വീക്ക് ഡേയ്സിൽ ഓഫീസിൽ ചെന്നിട്ടാണെന്ന് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ കൂടുതലായിട്ട് സ്കിൻ കെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ഞാൻ അധികം ഇപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ല. പണ്ട് എനിക്കൊരു ഹരമായിരുന്നു, ലൈക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ഞാനൊന്നും വാങ്ങിക്കില്ല. ജസ്റ്റ് കണ്ണെഴുതും, ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടും, അല്ലെങ്കിൽ ലിപ് ബാം ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ക്രീം ഗുഡ് വൈബ്സിൻ്റെ ഡേ ക്രീമാണ്. ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് തരുന്നൊരു ക്രീമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്.
സ്കിൻ കെയർ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലായതുകൊണ്ട് അധികമൊന്നും ചെയ്യണില്ല കേട്ടോ. നമുക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആവാതിരിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചുള്ളി ലിപ് ബാം വയ്ക്കണമെന്നുണ്ട്, ലിപ് ബാം തേക്കുന്നുണ്ട്. ബട്ട് തേക്കണേ ഇത് ടിൻറ്റഡാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ നിൽക്കുന്നില്ല, വിശക്കുന്നു കേട്ടോ. നമുക്ക് നേരം പോയി കഴിക്കാം. വിശക്കുമ്പോൾ പെട്ടെന്ന് പോയി കഴിക്കാൻ ഇത് നമ്മുടെ സ്വന്തം വീടല്ലല്ലോ. ഇത് സ്വന്തം വീടാണെങ്കിൽ പോലും ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സാഹചര്യമല്ലേ. സോ ഞാൻ എപ്പോഴും എവരിഡേ ഞാൻ ഈ ഒരു പരിപാടി ചെയ്തു വയ്ക്കും കേട്ടോ. ഇവിടെ ചെയ്തു വയ്ക്കുകയല്ല, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ് ഓട്സ്. ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആണ് മിക്ക ദിവസം ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കുന്നത്. ഇതാകുമ്പോൾ വലിയ പണിയില്ല, ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ, ഇതിപ്പോൾ ശനിയാഴ്ച ആണെങ്കിലും ഞായറാഴ്ച ആണെങ്കിലും ഇത് മെയിനാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് രാവിലെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. ഉള്ളം തണുക്കും എന്നൊക്കെ പറയില്ല, അതേപോലെ അതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഞാൻ തലേന്ന് തന്നെ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓട്സും പിന്നെ കുറച്ച് സ്വീറ്റ്സ്, നട്ട്സ്, അതുപോലെ ഡേറ്റ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ രാവിലെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് കഴിക്കൽ. ഇതിപ്പോൾ കുറേ നാളെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ചില ദിവസങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും, ചില ദിവസങ്ങളിൽ ദോശയായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഇതായതുകൊണ്ട് മിക്ക ദിവസവും ഇത് തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതാണ്, കൂടുതൽ ടൈം കിട്ടുന്നത് ശനി ഞായറാണ്. അപ്പം ഞാൻ കുറച്ച് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യലുണ്ട്. അപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം പഠിക്കാൻ വേണ്ടിയിരുന്നു. എനിക്ക് പഠിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷെ പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല, പഠിച്ചേ മതിയാകൂ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണ്ടേ. സോ ഞാൻ അങ്ങനെ വായിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്കിങ്ങനെ വായിച്ച് പഠിച്ചാലാണ് തലേ വില കയറുള്ളൂ. അതാണ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടേ, ഞായറാഴ്ചയൊക്കെ അല്ലേ. ഇത് ഓണം ദിവസമാണ് കേട്ടോ, ഇപ്പോഴാണ് ഞാൻ ഓർക്കണത്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ പ്ലാൻ ആക്കിയത് എഗ്ഗ് ബിരിയാണി വെക്കാനാണ്. അപ്പം ഞങ്ങൾ ഓണത്തിന് എഗ്ഗ് ബിരിയാണി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പം അടുക്കളയിൽ നോക്കിയപ്പം ഇന്നലെ രാത്രി വെച്ച കുറച്ച് ചോറും അതുപോലെ കോവയ്ക്ക തോരനും ഉണ്ടായിരുന്നു. അതിനി കഴിക്കണ്ടല്ലോ, ഇന്ന് നമ്മൾ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുവാണല്ലോ. അപ്പം ഞാനത് രണ്ടും ഫ്രിഡ്ജിലായിട്ട് കയറ്റി. കാരണം ചിക്കൻ ബിരിയാണി വയ്ക്കാൻ നോക്കിയപ്പോഴേ ചിക്കൻ ഒന്നാമതില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ അതിന് മുന്നത്തെ കുറച്ച് ദിവസമായിട്ട് ചിക്കൻ തന്നെയായിരുന്നു. അപ്പോൾ ഒന്ന് മാറ്റി എഗ്ഗ് പിടിക്കാൻ വിചാരിച്ചു. അങ്ങനെ എഗ്ഗ് ബിരിയാണി വയ്ക്കാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടംമാതിരി പാത്രങ്ങൾ ഉണ്ടാക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു കറി ഉണ്ടാക്കിയത് മാറ്റി അടുത്ത പാത്രത്തിലേക്ക് വെച്ചിട്ട് ആ പാത്രം കഴുകിയിട്ടായിരിക്കും അടുത്ത കറി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ഞാൻ വലിയ പാചകക്കാരി, വലിയ കുക്കൊന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പം ഉണ്ടാക്കും. കല്യാണം കഴിച്ചുള്ള ആദ്യ ദിവസങ്ങളിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ലൈക്ക് എനിക്കങ്ങനെ വലിയ കുക്കിങ്ങൊന്നും അറിയില്ല. മിക്കത് യൂട്യൂബിൽ നോക്കി അല്ലെങ്കിൽ പുറത്തുനിന്ന്. ഫസ്റ്റ് ഇയർ മൊത്തം ഓൾമോസ്റ്റ് അങ്ങനെയാണ് തട്ടിമുട്ടിപ്പോയി. പിന്നെ മനസ്സിലാക്കി കുറേയൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഇപ്പം ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അറിവിലുള്ള എഗ്ഗ് ബിരിയാണിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്തിനു വേണ്ടി സവാള കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴും ചോപ്പറിലാണ് എടുക്കുന്നത്. ചോപ്പറിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടും. സോ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഉള്ള കണ്ണീരൊക്കെ ഉള്ളത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുക്കർ അടുപ്പത്ത് കയറ്റി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി അവസാനമുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. മുട്ടയൊക്കെ പുഴുങ്ങി അതിലേക്ക് വെച്ചു. ആദ്യം ഞാൻ വിസിൽ വെക്കില്ല കേട്ടോ. ആ വിസിലിൽ നിന്ന് കുറച്ച് എയറൊക്കെ പുറത്തോട്ട് വന്നാൽ മാത്രമാണ് വിസിൽ വയ്ക്കത്തുള്ളൂ. കാരണം അതിൽ വല്ല സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തിന് പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി.